ഗുഡ് മോർണിംഗ്. സോ സൺഡേ മോർണിംഗ് കറക്കൊന്നല്ല കേട്ടോ. നമ്മൾ സൺഡേ രാവിലെ ആയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. മിത്തുകുട്ടി വന്നില്ല, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. സമയമൊക്കെ അത്യാവശ്യം സമയമൊക്കെ ഇത്രയോ സമയം ഒന്ന് കാണിക്കട്ടെ. ഗുഡ് മോർണിംഗ് ആണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ രാവിലെ സൺഡേ അപ്പോൾ സിനിമ വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ സിനിമയൊക്കെ കണ്ട് ലേറ്റ് ആവും കിടക്കാൻ രാത്രി. അപ്പോൾ രാവിലെ എണീക്കാൻ ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് രാവിലെ ഒരു സാധനമില്ല നോക്കുമ്പോൾ. സാധനങ്ങൾ പറഞ്ഞാൽ ഇന്ന് ഞാനൊരു എന്താ പറയുന്ന പൊതിച്ചോറ് ഉണ്ടാക്കാനൊരു ക്രേവിങ്. കുറേ കാലമായില്ലേ പൊതിച്ചോറ് കഴിച്ചിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കനും ഫിഷും കാര്യങ്ങളും. ഫിഷ് ഇപ്പം ഇന്നാ വന്നത്. അപ്പോൾ നോക്കുമ്പോൾ പൊതിച്ചോറിന് ഇലയില്ല. അപ്പം ഇങ്ങനെ നടന്ന് നോക്കാം, നമ്മുടെ കേരള സ്റ്റോറിൽ പോയി നോക്കാം. ഇല ഉണ്ടെങ്കിൽ പൊതിച്ചോറാക്കാം, അല്ലെങ്കിൽ ഞാനതൊരു പ്ലേറ്റിൽ തട്ടിക്കൂട്ടി ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇന്ന് രാവിലെ പച്ചക്കറിയും ഒന്ന് രണ്ട് അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നല്ലതാക്കാം. ഫുൾ തന്നെ പ്ലാൻ ചെയ്ത് എല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി. വെജിറ്റബിൾ നമ്മുടെ അവിടുത്തെ മാർക്കറ്റ് ഇങ്ങോട്ടാക്കി ഷിഫ്റ്റ് ആക്കിയല്ലോ, ഫിഷും ചിക്കനൊക്കെ. അപ്പൊ ഇവിടെ കിട്ടൂട്ടെ ബനാനയൊക്കെ. എന്നാ പിന്നെ ഇവിടെ തന്നെ പോയാ മതി. ഇവിടെ ഇറങ്ങി നോക്കാം. വാങ്ങല്ലോ. ഓൾ സെറ്റ് ഫോർ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാതും. ഇല കിട്ടി, കുറേ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടി. ചിക്കനും ഫിഷൊക്കെ പിന്നെ അവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. നേരെ ചെല്ലുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, കഴിക്കുക, ലഞ്ച് ഉണ്ടാക്കുക. അങ്ങനെ ഇന്നത്തെ സൺഡേ പോയി കിട്ടി. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വന്ന് നേരെ അടുക്കളയിൽ കയറി ദോശ ഉണ്ടാക്കാൻ പോകണം. ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി നന്നായിട്ട് ലേറ്റായി. പ്രേംഷേട്ടനാണ് അവിടെ ചിരകണ്ട ഒരു ഇത് കേട്ടോ, നാളികേരം ചിരകലും ചമ്മന്തി ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി. മിത്തുക്കുട്ടി ഇതാ രാവിലെ എണീറ്റ് മിത്തുൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയണം കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എനിക്ക് കിട്ടില്ല. രാവിലെ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു ഓട്ടപ്പാച്ചിലാണ്. നിങ്ങളും കാണാറുണ്ട് ചില വ്ളോഗിലൊക്കെ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു സമാധാനമായിട്ടുള്ളൊരു ചായ കുടിക്കലോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ധൃതി പിടിച്ചിട്ടാണ് വീക്കെൻഡ് ഞങ്ങൾ 3 പേരും കൂടെ ഇതുപോലെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ്. രമേശേട്ടനാകുമ്പോൾ ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരച്ച് തരും. പിന്നെ ഇതാ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇന്ന് ദോശ ആയതുകൊണ്ട് സാധാരണ ഞങ്ങൾ ചിലപ്പോൾ ടേബിളിലാവും കഴിക്കുക. ഇന്ന് ദോശ ആയതുകൊണ്ട് ചൂടോടെ നെയ്റോസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ 2 പേരും ഇവിടെ തന്നെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ്. ഇതാണ് ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു അടിപൊളി കാപ്പിയും കൂടെ ഉണ്ടാക്കി കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചട്നി അതിൻ്റെ ഉള്ളി ചമ്മന്തി, ഞങ്ങൾ സമ്മന്തി വരും. ഇതിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയാണ് ദോശയുടെ കൂടെ. ഈ ഉള്ളി സമ്മന്തിൻ്റെ ഫേവറേറ്റ് കേട്ടോ. മെത്തുകുട്ടിക്ക് പക്ഷേ ഇത് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ വെറുതെ പച്ച ഉള്ളി നമ്മൾ മുളക് പൊടി ഉപ്പിട്ടിട്ട് അരയ്ക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി ഇങ്ങനെ കുറച്ചായിട്ട് ഇതിലേക്ക് ഇളക്കുക. നല്ല ടേസ്റ്റ്. ഒരു പച്ച ഉള്ളിയുടെ ഒരു മണവും വെളിച്ചെണ്ണയുടെ ഒരു മണവും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കുറച്ച് ചട്നിയും കുറച്ച് സമ്മന്തിയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അതേപോലെയാണ്. ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടം. ഇവിടെ രമേശേട്ടന് മിത്തുവിനൊന്നും ഇഷ്ടമല്ല. മിത്തുവിന് തക്കാളി ഉള്ളിയും കൂടിയിട്ടുള്ള സമ്മന്തിയാണ് ഇഷ്ടം. പക്ഷേ ഇത് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള സമ്മന്തി. ഏകദേശം ഒരു പാലിൻ്റെ കളറുള്ള കോഫി. കുറച്ച് ലേറ്റ് ആയാൽ എന്താ നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു സുഖം. ഏകദേശം ലഞ്ചിൻ്റെ സമയമായി. പക്ഷെ എന്നാലും എനിക്ക് കഴിക്കുമ്പോൾ നല്ലപോലെ കഴിക്കണം, സമാധാനമായിരുന്ന് കഴിക്കണം. രമേശേട്ടനും മിത്തുവിനൊക്കെ ആദ്യം ഉണ്ടാക്കി കൊടുത്തു. എല്ലാവരും വേഗം കഴിച്ച് നീച്ച് പോട്ടെ വിചാരിച്ച്. എന്നിട്ട് എനിക്ക് ഇനി സമാധാനമായിട്ട് നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കണം. ഇന്നത്തെ ലഞ്ച് നമ്മൾ ഈവനിങ്ങിലാവും ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ പൊതിച്ചോറ് ഭയങ്കര ഈസിയാണ്. കൂട്ടാൻ പരിപാടി ഒന്നുമില്ലല്ലോ, വേഗം പരിപാടി കഴിയും. കോഫി നല്ല സുഖം. അത് കഴിച്ച് കഴിഞ്ഞാൽ കോഫി കുടിക്കുമ്പോൾ ഇനി കിടന്നുറങ്ങാം. രമേശേട്ടൻ്റെ പണ്ട് ഓർമ്മ ഉണ്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത്
എനിക്കൊന്നും ഓർമ്മയില്ല. ഞങ്ങൾ സാറ്റർഡേ സൺഡേ അന്ന് തന്നെ പ്രത്യേകിച്ച് ട്രിപ്പ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, രണ്ടുപേരും ജോലി എടുക്കുന്നവരാണ്. അപ്പൊ സൺഡേ മാത്രമേ എനിക്ക് ഒഴിവുണ്ടായിരുന്നുള്ളൂ അല്ലേ. മെയിൻ പരിപാടി എന്തായിരുന്നു വെച്ചാൽ മൺഡേ ടു സാറ്റർഡേ ഗോതമ്പ് ദോശയാണ്. വേറെ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കാനും അറിയില്ല, സമയമില്ലേ. വൈകുന്നേരം പരമശേഷൻ്റെ ചോറും മുളക് ദോശയും. അപ്പൊ സൺഡേ ഞങ്ങൾ പുട്ടുണ്ടാക്കും, കുറ്റിക്കണക്കിന് പുട്ടും. അന്നത്തെ മെയിൻ പരിപാടി ഹോർലിക്സ്. എത്ര ഹോർലിക്സ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് രംഷേട്ടൻ്റെ കൂടെ കൂടിയിട്ട് രംഷേട്ട് ചായ കുടിച്ചിരുന്നില്ല. ഞാൻ ഈ ഹോർലിക്സും ബൂസ്റ്റൊന്നും കുടിച്ചിരുന്നില്ല. അപ്പൊ രംഷേട്ടനാണ് എനിക്ക് ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ. അത് ഞങ്ങളുടെ ഒരു വലിയ മഗ് ഉണ്ടായിരുന്നു. രാവിലെ പുട്ടും പഴം നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഈ വലിയ ഹോർലിക്സിന്റെ കുപ്പിയിലെ ഹോർലിക്സും ഉണ്ടാക്കിയിട്ട് ഒരു കഴിക്കൽ. ആ കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു സോഫ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് കുടിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനെ കഴിച്ചില്ലേ ഞങ്ങൾ രണ്ടുപേരും സോഫയിൽ വൈകുന്നേരം വരെ കിടന്നുറക്കും അല്ലേ. അങ്ങനെ ഇരുന്ന എല്ലാ സൺഡേയും ഞങ്ങളുടെ, കാരണം അത് കഴിക്കുന്നതോടുകൂടി അത് പിട്ടും പഴം കഴിച്ചാൽ തന്നെ ഇര വിഴുങ്ങിയ പോലെ. പിന്നെ ഇത്ര വലിയ ഹോർലിക്സ് കുപ്പി കുടിച്ചാൽ മനുഷ്യന് അനങ്ങാൻ പറ്റില്ല. ലഞ്ചൊന്നും ഉണ്ടാവില്ല, മിക്കവാറും സൺഡേ ലഞ്ച് ഉണ്ടാവില്ല. കാരണം ഇത് കുടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു ഞാൻ എന്നും ഞങ്ങളത് പറയും അല്ലേ. അതൊക്കെ ഒരു കാലം അല്ലേ. ലഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നല്ല, അന്ന് മൺഡേ ടു സാറ്റർഡേ ഗോതമ്പ് ദോശ രാവിലെ ഉച്ചയ്ക്ക് രാത്രി. എന്റെ ദൈവമേ, അതാണ് പറഞ്ഞെടുത്ത് ഗോതമ്പ് ദോശയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. കൊള്ളാലോ. പിന്നെ എന്ത് ഗോതമ്പ് ദോശ, അതും പൊടിയാണ് ഞാൻ കഴിക്കുക. രംഷേട്ടൻ്റെ ഓഫീസിൽ പിന്നെ അടിപൊളി ഫുഡ് ഉണ്ടാവും. അങ്ങനെയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ കാണണം. എന്ത് സ്ലിമ്മായിരുന്നു ആ ഓർമ്മകളിൽ അല്ലേ. സത്യം. അതിപ്പോ ഭക്ഷണം അന്ന് പക്ഷേ പുറത്തു നിന്നുള്ള ഭക്ഷണം കുറവായിരുന്നില്ലേ. പറയാം. കാരണം 5 ദിവസം നിനക്ക് സാറ്റർഡേ ലീവ് ഉണ്ടായിരുന്നില്ലല്ലോ. നിനക്ക് സാറ്റർഡേ ഓഫീസ് ഉണ്ടായിരുന്നു. കാരണം ട്രാവൽസ് അല്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ക്ലീനിങ്, സൺഡേ ക്ലീനിങ്. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള 4 മണി വരെ കിടന്നുറങ്ങുക. ഈ ഒരു അക്ബർ ട്രാവൽസിലാ ജോലി ഉണ്ടായിരുന്നു. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ എന്റെ ദൈവമേക്ക് ആലോചിക്കാൻ വയ്യ. നല്ല രസമായിരുന്നു. പക്ഷെ രസമായിരുന്നു അത്. പിന്നെ ഞങ്ങളൊരു വൈകിട്ട് ഒരു നടക്കാൻ പോകും. തിരിച്ചു വരുമ്പോൾ വടാപ്പാവ്. അങ്ങനെ ആ വടാപ്പാവ് കഴിച്ചിട്ടാണ് ഇങ്ങനെ തടിക്കാൻ തുടങ്ങിയത് അല്ലേ. അപ്പൊ തടി ഇല്ലാത്തവർക്ക് കഴിക്കാൻ വടാപ്പാവ് ഒട്ടും ഹെൽത്ത് ഇല്ല. പിന്നെ അന്ന് സ്വിഗ്ഗി ഇല്ല, ബ്ലിങ്കിറ്റ് ഇല്ല, സെപ്റ്റോ ഇല്ല. ആക്ച്വലി ആലോചിക്കുമ്പോ വാട്സപ്പ് ഇല്ല, ഒന്നുമില്ല. ആകെ ഒരു ഓർക്കുട്ടുണ്ട്, അതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈം വരും. നമ്മുടെ ടൈം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറെ കാലേക്കുമ്പോൾ അതൊക്കെ രസമായിരുന്നു എന്നാ തോന്നും. ഇടയ്ക്കൊക്കെ ബ്ലിങ്കിറ്റും സ്വിഗ്ഗിയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ണി കണ്ട ഫുഡ് കഴിക്കൽ ആ പരിപാടികളൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. വല്ലപ്പോഴും ഹോട്ടലില് എന്താ പറയാ, വൺസിന്റെ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹോട്ടലിൽ പോയാലായി. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ലൈഫ് കേട്ടോ. പക്ഷെ നല്ലതല്ലേ. ഇപ്പം ഇങ്ങനെ എത്തി. ഇപ്പം നല്ല മടിച്ചായോ തോന്നുന്നൊക്കെ. ലോകം മുന്നോട്ട് പോകുന്തോറും ഇനിയും എന്തൊക്കെ വരാണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വരും. അതെ. ഇപ്പൊ നമുക്ക് വേണം തോന്നുമ്പോഴേക്കും ഭക്ഷണം എല്ലാതും സംഭവം. കണ്ണ് തുറക്ക് കണ്ണടച്ച് അതൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ നല്ലതല്ലേ, സൗകര്യങ്ങൾ കൂടുന്നത് അടിപൊളിയാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ചെറിയ ചെറിയ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ. ആ ലൈഫൊക്കെ ഒന്ന് മിസ് ചെയ്യും നടക്കി തോന്നും. പക്ഷെ വേണ്ട, എന്ന് വെച്ച് തിരിച്ചാ ലൈഫ് പോണ്ട. ഇതാണ് രസം അല്ലേ. അത് ശരിയാ. നമ്മള് നൊസ്റ്റാൾജിയൊക്കെ കാണാനേ രസമുള്ളൂ. തിരിച്ചു പോകണോ വെച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കണം. എപ്പോഴും നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല ലൈഫല്ലേ ഇഷ്ടമാവുക അല്ലേ. ഇതും അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ല. ഞാൻ കഴിക്കട്ടെ. ഇനി നോക്കിയിരുന്ന് വെള്ളം ഇറക്കി എനിക്ക് വയറിളൊക്കെ പിടിക്കണം അല്ലേ. പോയിക്കൂടെ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ദേ ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കണം. ഇന്ന് ലഞ്ചിന് കുറച്ച് അധികം സമയം എടുക്കും. കാരണം നമ്മൾ വിഭവസമൃദ്ധമായ ലഞ്ചാണല്ലോ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ തന്നെ. അപ്പം ഞാനിവിടെ നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ എഡിറ്റിങ്ങിനും ഇതിനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ വിചാരിച്ചു എന്നും ഇങ്ങനെ എഡിറ്റിങ്ങിന് വരുമ്പോൾ വിചാരിക്കും ഇവിടെ ഇരുന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റുഡിയോ റൂം റിവീൽ ചെയ്ത കാരണം ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാലോ. അപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റുഡിയോ റൂമിൻ്റെ ടൂറ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആമസോണിൻ്റെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടക്കുന്നുണ്ട്. നവംബർ 8 മുതൽ തുടങ്ങിയതാണ്. അപ്പം മിനിമം 40% ഓഫ്, 5% ക്യാഷ് ബാക്കും സംഭവങ്ങളും വൺ സെയിലാണ് നടക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കിടിലൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം സ്റ്റുഡിയോ റൂമിലിരുന്ന്. അപ്പം ഞാൻ ആദ്യം വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ജിമ്മിനൊക്കെ പോകുന്ന കാരണം നമ്മൾ
സ്പോർട്സ് ബ്ര നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ജിമ്മിനാണെങ്കിലും ഇങ്ങനെ വർക്കൗട്ടിനൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ് കേട്ടോ സ്പോർട്സ് ബ്ര. അപ്പോൾ ഇത് ഞാൻ വാൻ ഹ്യൂസെൻ്റെയാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം എനിക്ക് സെയിലിൽ നല്ല ലാഭത്തിന് കിട്ടി. സാധാരണ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല വില ഉണ്ടാവും. എപ്പോഴും കുറച്ച് ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സ്പോർട്സ് ബ്ര യൂസ് ചെയ്യായിരിക്കും നല്ലത്. അതിപ്പോൾ നമ്മൾ ജിമ്മിന് ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ പോകുമ്പോഴും നല്ല ടീഷർട്ടൊക്കെ ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. നല്ല നീറ്റ് ആൻഡ് ഇതായിട്ട് നല്ല കംഫർട്ടായിട്ട് കിടക്കും. ബ്ലാക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്ന് ഒരു ബ്ലൂ ട്രൈ ചെയ്ത് നോക്കാം. ഇതെനിക്ക് നല്ല ഓഫറിലും സെയിൽ നടക്കുന്നതുകൊണ്ട് നല്ലതിൽ കിട്ടി. പിന്നെ ഞാനൊരു പാൻറ്റ് വാങ്ങിച്ചു. ഇതും നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ. ഒരു നമുക്ക് ഫോർമൽസ് പോലെ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ കുർത്തയുടെ താഴേക്ക് ഇടുന്ന ലെഗിൻസിന് പകരം നമുക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു പാൻറ്റ് അല്ലേ, കുറച്ച് കണ്ടോ ലൂസായിട്ട് കിടക്കുന്ന പാൻറ്റ്. ഇങ്ങനത്തെ പാൻറ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അടിപൊളിയായിട്ട് ഇത് പല കളറും ഉണ്ട്, പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ഇത് മെയിനായിട്ട് നമുക്ക് എയർപോർട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു എയർപോർട്ടിലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് ഒരു ടീഷർട്ടിൻ്റെ കൂടെ പുറത്ത് പോകണമെങ്കിലോ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന പാൻറ്റാണ് കേട്ടോ. നല്ല കംഫർട്ടായിട്ടുള്ളൊരു പാൻറ്റാണ്. സോ നല്ല തുണിയാണ്, സൂപ്പർ തുണിയാണ്. പിന്നെ ഇത് ഒരു കുർത്തി. ഇത് 2 കുർത്തിയും കൂടിയിട്ട് രംഗീതയുടെയാണ് കേട്ടോ. നല്ല കുർത്തിയാണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ല തുണിയാണ്. ഇത് 2 കൂടിയിട്ട് ഒരു കോംബോ ഓഫറിന് കിട്ടിയതാണ്. സെയിലുള്ളതുകൊണ്ട് സെയിം പാറ്റേൺ ആണ്, കളർ ചേഞ്ച് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഫീസിലോ കോളേജിലൊക്കെ പോകുന്നവർക്ക് പാറ്റേൺ അതായത് കളറൊന്ന് മാറിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോംബോ വാങ്ങിക്കാൻ നല്ല ഓഫറിൽ കിട്ടിയതാണ്. 4th സ്ലീവ്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല, കഴുത്തിൻ്റെ അവിടെ ചെറിയൊരു ബട്ടണും കാര്യങ്ങളും സ്ലിറ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിൻ്റെ തന്നെ സെയിം റെഡ് കളർ ചേഞ്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് സുഖമാണ് അങ്ങനത്തെ 2 വാങ്ങിക്കുമ്പോൾ. പിന്നെ ഇത് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ്. ഇതിൻ്റെ കളർ കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പേർപ്പിൾ കളർ അല്ലെങ്കിൽ ലാവൻഡറാണ് ഇത് മെയിനായിട്ടല്ലേ. അപ്പം ഞാൻ എൻ്റെ പിറന്നാളിന് അലിബാഗിൽ പോയ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പഫ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്ലീവ്സാണ്. തുണിയാണെങ്കിൽ അതൊരു ബനിയൻ ടൈപ്പ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനത്തെ തൊട്ടിക്കിടന്ന വൃത്തികേട് അങ്ങനെയൊന്നുമല്ല, നല്ല ഭംഗിയുള്ള ഒരു ഇതാട്ടോ. ഫുൾ ഇങ്ങനെ ബട്ടണും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഞാനൊരു ചെരുപ്പ് വാങ്ങി. കാരണം ചെരുപ്പിനും ബാഗിനൊക്കെ വൻ സെയിലാണ് കേട്ടോ. സൂപ്പർ സെയിലാണ് ചെരുപ്പ്, ബാഗ്, ഈ വക സംഭവങ്ങൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് എൻ്റെ ചെരുപ്പ് കളക്ഷനും ബാഗ് കളക്ഷനും ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ബാഗിൻ്റെ കളക്ഷൻ ഞാൻ ഉറപ്പായിട്ട് കാണിക്കാം. അപ്പോൾ ഈ ചെരുപ്പ് എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഹീൽസ്, അപ്പോൾ കുറേ ഞാൻ ഇത്ര ഹീൽസുള്ള ചെരുപ്പൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഒരു വൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വൈറ്റ് എൻ്റെ സൈസിനുള്ളതില്ല. നമുക്ക് ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ അറിയാലോ, നമ്മുടെ അളവ് നോക്കിയില്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നാലും കിട്ടണ്ടേ. അപ്പം ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു ജീൻസ് ഇടുകയാണെങ്കിലും എല്ലാത്തിനും കൂടെ മാച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ്, ഈ ഷൂസ് അല്ലാതെ ഒരു ഹീൽസ് ഉള്ള ഹൈ ഹീൽസ് സാരി ആണെങ്കിലും ഒക്കെ ഒരു മാച്ച് ചെയ്യുന്ന ടൈപ്പ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ബ്ലാക്ക് എൻ്റെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. പിന്നെ ബാറ്റ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടാണ്, പൊട്ടില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ കൊല്ലം അങ്ങനെ കിടന്നുള്ളൂ. നമ്മളായിട്ട് ഉപേക്ഷിക്കേണ്ടി വരും. അതല്ലാതെ വേറെ കുഴപ്പം കേടൊന്നും വരില്ല. പിന്നെ ഇങ്ങനത്തെ ഹീൽസൊക്കെ ഡെയിലി യൂസ് ഞാൻ ചെയ്യാറില്ല, വല്ലപ്പോഴും അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ പൊതിച്ചോറിൻ്റെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ പോയി പൊളിച്ചു കിട്ടോ. ചിക്കൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഒരു ഇത്തിരി ഉണ്ട്. അപ്പോൾ അത് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാം. പൊതിച്ചോറിൽ അങ്ങനെ ചിക്കൻ ഫ്രൈ വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എന്നാലും ഉള്ളത് ബാക്കി ആയതുകൊണ്ട്. അതുപോലെ നല്ല മത്തി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ജസ്റ്റ് ഇതാ ചമ്മന്തി ഉണ്ടാക്കണം. ചോറ് റെഡിയായി, ഇതൊക്കെ വറുത്ത് ഇലയിൽ റെഡിയാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പൊതിച്ചോറിൽ ശരിക്കും പറഞ്ഞാൽ ഉപ്പേരി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഉപ്പേരി നോക്കട്ടെ. ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉപ്പേരി ക്യാൻസൽ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൊതിച്ചോറ് കഴിക്കാൻ ചായയുടെ സമയമായിരിക്കും. അപ്പോൾ ഇന്ന് ഫിഷ് നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ ഒരു ചെറിയ കൊതി കേട്ടോ. സാധാരണ നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യാറ് ഫിഷ്, അല്ലെങ്കിൽ അങ്ങനെ എണ്ണയൊന്നും ഒഴിക്കാറില്ല. പിന്നെ ഇത് മത്തിയാവുമ്പോൾ എത്രയായാലും ആ ഒരു എയർ ഫ്രയറിൽ ആ ടേസ്റ്റ് കിട്ടില്ല. അതൊരു സത്യസന്ധമായ കാര്യമാണ്, പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ പൊതിച്ചോറാകുമ്പോൾ ആ ഒരു എണ്ണയുടെയൊക്കെ ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും വിചാരിച്ചിട്ട് അതും നല്ല നാടൻ നെയ്മത്തി കേട്ടോ. അടിപൊളി മത്തിയായിരുന്നു. കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു ഇന്നലത്തെ, അതും ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പൊതിച്ചോറിന് നാളികേര ചമ്മന്തി ഉണ്ടാക്കാം. ശരിക്കും പൊതിച്ചോറിൽ അതായത് പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോകുന്നത് അധികം ട്രെയിനിൽ പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ആയിരിക്കും ഈ ചോറ്റും പാത്രം പൊതിച്ചോറ്. അപ്പോൾ അതിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴാണ് അതിങ്ങനെ വിഭവം കൂട്ടി പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ലൈക്ക് സദ്യ പോലെ അങ്ങനെയായി. അതിലില്ലാത്ത വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ശരിക്കുള്ള പൊതിച്ചോറിൽ അങ്ങനെയല്ല. ഒരു ചോറ്, ചമ്മന്തി, ഒരു മീൻ വറുത്തത്, മുട്ട,
ഇപ്പോൾ നമ്മൾ കുറച്ച് ആർഭാടത്തിന് എന്ത് ചെയ്യും, ഒരു ചിക്കനൊക്കെ വെക്കും, ഉപ്പേരി ഉണ്ടാവും കേട്ടോ, അത്രേ ഉണ്ടാവുള്ളൂ ശരിക്കും പൊതിച്ചോറ്. ഇപ്പോൾ സദ്യവട്ടം മൊത്തം പൊതിച്ചോറിലുണ്ടാവും, പക്ഷെ അതല്ല പൊതിച്ചോറ് എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ മിത്തുകൂട്ടി മ്യൂസിക് ക്ലാസ്സിനൊക്കെ പോയി ഇതേ തിരിച്ചു വന്നു. എന്നിട്ട് ആ മ്യൂസിക് ക്ലാസ്സിന് പഠിച്ച ഒരു പാട്ട്, ലൈറ്റ് മ്യൂസിക് ജസ്റ്റ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പാട്ട് പാടിത്തരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം മിത്തു പറയണം, അമ്മ ഏകദേശം ഈവനിങ് ആവാറായി, വേഗം തരുമെന്ന്. അപ്പം ഞാൻ വേഗം പരിപാടി നോക്കുകയാണ്. സോ പൊതിച്ചോറ് റെഡിയായി. പൊതിച്ചോറിൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയായി കേട്ടോ. ഇനി ലാസ്റ്റ് പരിപാടി ഇല വാട്ടുക. അമ്മോ, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇല വാട്ടിയിട്ട്, ട്രെയിനിലൊക്കെ പണ്ട് വരുന്ന സമയത്ത് ഇല വാട്ടിയിട്ട് ഇങ്ങനെ ചോറ്, പൊതിച്ചോറൊന്നാവില്ല, എന്തെങ്കിലും ചോറും, പക്ഷെ മീൻ എപ്പോഴും ഉണ്ടാവും, മത്തി മുകളിലായിട്ടുണ്ടാവും, അതുകൊണ്ട് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്ന്. അപ്പോൾ പൊന്നി റൈസാണ് കേട്ടോ, നമ്മുടെ മറ്റേ ചോറല്ല. നമ്മുടെ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെക്കുക. അവിടെ ഓവനാണ് കേട്ടോ കിടന്ന് ശബ്ദം ഉണ്ടാക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൊതിച്ചോറിന്. നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി, അതുപോലെ തന്നെ പൊട്ടറ്റോ ഉപ്പേരി, മത്തി വറുത്തത്, പിന്നെ ഇന്നലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഓംലെറ്റ് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് ഇതേ കുശാലായി. പിന്നെ ഒരു സാധനം കൂടെ വെക്കാതെ എങ്ങനെയല്ലേ, അച്ചാർ. അപ്പോൾ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുമാങ്ങ, ഉലുവ മാങ്ങ അച്ചാറുണ്ടായിരുന്നു, അതും കൂടെ വെച്ചു. അപ്പോൾ വിഭവസമൃദ്ധമായ പൊതിച്ചോറ് റെഡി. എനിക്കറിയാം നിങ്ങളെല്ലാവരും പറയും പൊതിച്ചോറ് ഓംലെറ്റ് ഇല്ലാതെ എന്ത് പൊതിച്ചോറാണെന്നുള്ളത്. പക്ഷെ ചിക്കനും മീനും പിന്നെ ഒരു ഓംലെറ്റും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി വെറുതെ എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അത് നാളെ ആ മുട്ട വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. കാരണം ഇത്രയും സാധനങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ ഹെവി ആവും. പിന്നെ ഒരു ഓംലെറ്റിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് തോന്നാറില്ല. പിന്നെ വീഡിയോന് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ വേണ്ട, അങ്ങനെ നമ്മൾ ഇതിനെ വെറുതെ. അപ്പം ഞാനിത് പൊതിയട്ടെ. അപ്പോൾ പൊതിച്ചോറ് റെഡിയായി. ഇനി വേണമെങ്കിൽ നമുക്കിതൊരു ന്യൂസ് പേപ്പറിൽ കെട്ടി പൊതിഞ്ഞ്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ വെക്കണം കേട്ടോ. പിന്നെ തുറക്കുമ്പോഴാണ് ആ മണം വരിക. ട്രെയിനിലൊക്കെ അതാണല്ലോ, ആ ഒരു മണം വരാൻ കാരണം കുറച്ച് നേരം വെക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് നേരമായി, ഇനിയും വെച്ചാൽ പക്ഷെ ഒരു 15-20 മിനിറ്റ് ഒക്കെ വെക്കാം. ഞാനെന്തായാലും ന്യൂസ് പേപ്പറിലൊന്നും കിട്ടുന്നില്ല, പിന്നെ അതൊക്കെ നമ്മൾ തന്നെ അഴിച്ച്, എന്തൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊന്ന് കെട്ടും, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ബാക്കിയുള്ള 2 ഇലയും കൂടെ റെഡിയാക്കട്ടെ. പറക്കി വെച്ച് എന്തെങ്കിലും കഴിക്കുക. എന്റെ ചോറത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതന്നെ കുറെ കാലമായില്ലേ പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട്. ട്രെയിനിലാവുമ്പോഴേക്കും ഇതൊരു നല്ല മണമാവും. ഇവിടെ അങ്ങനെ ഒരു മണക്കാനുള്ള സമയം നമ്മൾ കിട്ടാൻ തന്നിട്ടില്ല. അങ്ങനെയുണ്ട്, സൂപ്പർ. ചിക്കൻ ഫ്രൈ കഴിച്ചു നോക്കൂ. ചിക്കൻ ഫ്രൈ ഇന്നലെ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയാണ്. പക്ഷെ ഇന്നലെ ഫ്രൈ ചെയ്തപ്പോൾ രംഷേട്ടൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രംഷേട്ടന് ഇന്നാണ് കഴിക്കാറ്. അതെ. ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ വീട് വന്നിട്ട് 2 മാസമായി നമ്മൾ കയറിയിട്ട് വെച്ചാലും ഓരോ ദിവസം നമുക്ക് ഓരോ കുട്ടി പണികളുണ്ടാവും. അപ്പോൾ ഇത് കുറേ ദിവസമായി വിചാരിക്കണു. ഇതിപ്പോൾ സൺ ഫിലിം ഒട്ടിക്കുന്ന പരിപാടിയാണ്. അതായത് ഇവിടെ റൂമിലൊക്കെ ഭയങ്കര വെളിച്ചമാണ്. ശരിക്കും റൂമിൽ നല്ല വെളിച്ചം വേണം, പക്ഷേ വെളിച്ചം ഓക്കെ, വെയിലായാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നല്ല വെയിലും അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റൂമിലൊക്കെ നമ്മൾ ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ AC ഇട്ടാലൊന്നും എഫക്റ്റ് ആവുന്നില്ല. ചൂടുകാലത്താണെങ്കിൽ അത്രയും ചൂട്, തണുപ്പാണെങ്കിൽ പോലും രാവിലെ നേരത്തൊക്കെ AC ഇട്ടാലൊക്കെ ആ ഒരു കൂളിങ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാളിലും റൂമിലും ഒക്കെ നമ്മൾ മാസ്റ്റർ റൂമിൽ ഇട്ടില്ല, അവിടെ അത്ര വെയിലടിക്കില്ല, നല്ല വെളിച്ചം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ കവർ ചെയ്യാത്ത സൺഗ്ലാസ് കണ്ടോ, അതായത് വെയിൽ കൊള്ളില്ല എന്നുള്ളൂ, പക്ഷേ വെളിച്ചത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിലുള്ള സൺ ഫിലിമാണ് എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഡാർക്ക് ആകുമ്പോൾ അതൊരു സുഖമില്ലല്ലോ. അപ്പോൾ കിച്ചണിലും കൂടെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് ടൈം പോട്ടോ, ഫുൾ ഡേ എന്ന് പറഞ്ഞ പോലെ പോയി. നമ്മുടെ റൂം ടൂർ ചെയ്ത വീഡിയോയിൽ ഞാൻ ഇവിടെ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ചഡ്ജയിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നോക്കിയാൽ സൺസെറ്റ് കാണുന്നു. അപ്പോൾ കുറേ പേര് ഈ ഇവിടുന്ന് നോക്കിയ സൺസെറ്റും അപ്പുറത്തെ റൂമിൽ നിന്ന് നോക്കിയ സൺറൈസും കാണുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസെറ്റിൻ്റെ വീഡിയോ ഇടണമെന്ന്.
ഇതേ സണ്ണ് സെറ്റാവാറായി. ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോഴേക്കും ഒരു ചായ ഉണ്ടാക്കാം. ഇത് ട്രൈപോഡ് വെച്ച് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഒരു ചായ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് താഴെ പോയി ഇറങ്ങാം, ഒന്ന് നടക്കാമെന്ന് വിചാരിക്കണം. ചായ നോക്കുമ്പോൾ ചായയുടെ പാല് കാണാനില്ല. അപ്പം ചായ ഒന്ന് പാലൊക്കെ ഓർഡർ ചെയ്ത് ബ്ലിങ്കിറ്റിൽ നിന്ന് വന്നപ്പോഴേക്കും സ്വാഭാവികം. അപ്പോഴേക്കും സണ്ണ് സെറ്റായിപ്പോയി. ട്രൈപോഡ് പക്ഷെ വെച്ചോ. ഞാൻ എടുത്തു. അതുകൊണ്ട് ചായ കുടിച്ച് സൺസെറ്റ് കണ്ട് ചായ കുടിക്കുക എന്നുള്ള പരിപാടി ഫ്ലോപ്പായിപ്പോയി. എന്നാലും നല്ല രസമല്ലേ, ഇപ്പം വേഗം ഇരുട്ടാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങാൻ ഇങ്ങനെ പോകുമ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു തണുപ്പുണ്ടാവും. വൃശ്ചിക മാസം ആവാറായി. അപ്പം ഇനിയിപ്പോൾ ഇവിടെ അമ്പലത്തിൽ എന്നും പ്രോഗ്രാമായിരിക്കും. മണ്ഡലകാലത്തിൻ്റെ അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേട്ട് അല്ലേ, അതൊക്കെ ഒരു വേറെ വൈബ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ നടക്കാൻ പോവാം, സൈക്കിൾ പോകാമെന്നൊക്കെ വിചാരിച്ച് ഇനിയിപ്പോൾ ഏകദേശം ഇരുട്ടായി. എന്താ നടക്കുന്നില്ല, പ്രേംഷേട്ടനും മിത്തുകുട്ടിയും കൂടെ സ്വിമ്മിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ നീന്തൽ അറിയാത്തതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അടുത്ത ആഗ്രഹമാണ് സ്വിമ്മിങ് പഠിക്കണം. ഇവിടെ ഉണ്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്ന സ്ഥലം, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേരും. അപ്പോൾ എനിക്കിനി സ്വിമ്മിങ്ങും കൂടെ പഠിക്കണം. ലൈഫിൽ പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണല്ലോ അത്. അപ്പോൾ അത് പഠിക്കണം എന്നുള്ളത് കുറേ ആയി വിചാരിക്കണം. മിത്തു രംഷേട്ടൻ എല്ലാവരും ഇങ്ങനെ സ്വിമ്മിങ് പൂളിൽ ഇങ്ങനെ ചാടി കളിക്കുമ്പോൾ ഞാൻ മാത്രമേ ഹൊയ്യ പറഞ്ഞിരിക്കല്ലേ. അപ്പോൾ എനിക്കിനി അത് പഠിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. തണുപ്പുണ്ടാ? അതെ, അത് വൈകുന്നേരം രാവിലെ ഒരു മഞ്ഞുണ്ട്. രാവിലെ മതിയായിരുന്നു, രാവിലെ നീക്കലേ. ശരിക്കും എന്താ മിത്തു ഇങ്ങടെ ഇറങ്ങണില്ലല്ലോ, തണുപ്പ? അവരവിടെ കിടന്ന് സ്വിമ്മിങ് ചെയ്യാണ്, ഞാനിവിടെ ചുമ്മാ നടക്കുകയാണ്. സ്വിമ്മിങ് പഠിച്ചിട്ട് വേണം ഒന്ന് ചെയ്യാൻ, നീന്താൻ കേട്ടോ. പക്ഷെ വെറുതെ വെള്ളത്തിൽ കിടക്കാം, എന്നാലും പിന്നെ വെറുതെ ഡ്രസ്സൊക്കെ മാറ്റാൻ നിൽക്കണ്ടേ. ഇത് രസമല്ലേ, ഈവനിങ് ആകുമ്പോൾ സ്വിമ്മിങ് ബെസ്റ്റ് എക്സസൈസ് ആണ് കേട്ടോ. ആക്ച്വലി ജിമ്മ് പോണേക്കാളും നല്ലതാണ്. കിതപ്പ് ഒരു പ്രാവശ്യം നീന്തപ്പോൾ തന്നെ ഇവർ കിതയ്ക്കണമെന്ന് പറയണം. ഭയങ്കര സ്റ്റാമിന വേണ്ട ഒരു സാധനമാണല്ലോ. എവിടെ ഇവർ വർത്താനം പറയാനാണോ വന്നത്? ആ, റേസ് ചെയ്തോളൂ, റേസ് ചെയ്തു. ഇന്നെങ്ങാനും തുടങ്ങുക. 1 2 3. മുഖ വൃത്തിയാക്കലും ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുമ്പോഴേക്കും നല്ല സ്വിമ്മേഴ്സിന് മാത്രമേ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്വിം ചെയ്യാതെ ഡയലോഗ് അടി നിർത്തിയിട്ട് ഞാൻ കാണിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞ് കാണിച്ചു. ആ, ഇതാണോ എന്തേ? ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു റൂമിൽ, സ്റ്റുഡിയോ റൂമിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാനിതേ ഡ്രസ്സൊക്കെ മാറ്റി കോലം കെട്ടിയിരിക്കുകയായിരുന്നു. ഇന്നത്തെ ഡിന്നർ ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് മിത്തുക്കുട്ടിയാണ് കേട്ടോ. ഇന്നത്തെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇതുകൊണ്ട് മിത്തുക്കുട്ടി പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാം ഡിന്നറിനെന്ന് പറഞ്ഞ്. ഞങ്ങൾക്കൊക്കെ മിത്തുക്കുട്ടിയാണ് ഡിന്നർ. സാൻഡ്വിച്ച് ആണെങ്കിൽ മിത്ത് സൂപ്പറായി ഉണ്ടാക്കും അല്ലേ, ചീസും മുറിഗാനും എഗ്ഗും. അപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ ആ പൊതിച്ചോറ് കഴിച്ചോടുകൂടി എനിക്ക് എന്തോ വയറ് ഫുള്ളായി, രാത്രി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് തോന്നി. അപ്പം മിത്ത് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ മിത്ത് പപ്പയ്ക്കും ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോൾ എന്താ പരിപാടി? നീ കിടക്കുക, നാളെ സ്കൂളുണ്ട്.
അയ്യോ കുഞ്ഞു കുട്ടികളുടെ പോലെ നല്ല മടി. കുറേ ദിവസത്തിന് ശേഷം പോവല്ലേ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 17 days ആയിട്ടുണ്ടാവും അല്ലേ. നല്ല ദിവാലി, നല്ല വെക്കേഷൻ. ഇനിയിപ്പോൾ ഒരു മാസം പോലും ഇല്ല, 4 ആഴ്ച കഴിഞ്ഞ്. ഇപ്പോൾ ഈ ആഴ്ച ഒരു ലീവ് ഉണ്ട്, ഗുരുനാനക് ജയന്തിയുടെ ലീവ് ഉണ്ട്, ഇവിടെ ഇലക്ഷനാണ്, അതിന് ലീവ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഡിസംബറായ 10 ദിവസം പിന്നെ ലീവ്. സുഖമായ മുമ്പാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ലീവ് കുറച്ച് കൂടുതലാണ്. പക്ഷേ അതുകൊണ്ടാണ് ഏപ്രിലിൽ ലീവ് ഇല്ലാത്തവർക്ക്. മെയ്യിൽ മാത്രമേ ഉള്ളൂ വെക്കേഷൻ. കുറേ പേര് ചോദിക്കാറുണ്ട് 2 months ഇല്ലേന്നില്ല. 2 months ഉണ്ട് ആക്ച്വലി. മാർച്ചിൽ ഒരു 15 days ലീവ് കിട്ടും. മാർച്ചിൽ എക്സാം കഴിഞ്ഞാൽ ഒരു അയ്യോ എൻ്റെ മുടി മിത്തോ, ഞാൻ നല്ല ചപ്രക്കെട്ടായിട്ടായിരിക്കുന്നത്. 15 days മാർച്ചിൽ ലീവ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ മെയ്യിൽ 1 month. പിന്നെ ഇതാ ഈ ലീവുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഏപ്രിൽ മെയ് അവർക്ക് ലീവ് കൊടുക്കാറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ സിനിമയൊന്നും കാണുന്നില്ല, കാരണം ഇന്നാളെ സ്കൂളുള്ളത് കൊണ്ട്. വീക്കെൻഡിൽ നമ്മൾ 2 സിനിമ കണ്ടു. ഏതാമത്തു കീടം 3 കണ്ടു. ഞാൻ 2 കണ്ടു. ഒരു രാത്രി 2 കണ്ടു. പക്ഷെ രണ്ടാമത്തെ ഫ്രൈഡേ രാത്രി നമ്മൾ കണ്ട കീടം നല്ല സിനിമ. പക്ഷെ പഴയ സിനിമയാണ്. പഴയത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2022 അല്ലേ. അത് യൂട്യൂബിൽ വന്നിട്ടല്ലേ നമ്മൾ കണ്ട്. യൂട്യൂബിലുണ്ട് കീടം. അടിപൊളി സിനിമ കേട്ടോ, കണ്ടോക്കൂ. ഇത്ര നല്ല സിനിമയ്ക്ക് എന്താണാവോ അതങ്ങോട്ട് സക്സസ് ആയില്ലേ എനിക്കറിയില്ല. നല്ല സിനിമ കീടം. പിന്നെ അതിന്റെ കൂടെ തന്നെ അന്നെ രാത്രി കൊച്ചാള്. പക്ഷെ ഞാനത് ഉറങ്ങിപ്പോയി പകുതിയായപ്പോൾ. എനിക്ക് 1 മണി വരെ സിനിമ കണ്ടു, 2 സിനിമ അടുപ്പിച്ച് കണ്ടു. അതും നല്ല സിനിമ പറയേണ്ടത്. പക്ഷേ അതിൻ്റെ ബാക്കി എനിക്കിരുന്ന് കാണണം. പിന്നെ ഏതാ നമ്മൾ ഇന്നലെ കണ്ട ദേജാവു, അടിപൊളി പടം. അതും സൂപ്പർ പടം. അതും കുറച്ച് പഴയതാ തോന്നണു അല്ലേ. അപ്പം അതും പഴയതാ, തമിഴാട്ടോ, നല്ല രസമുണ്ട്. അപ്പം അങ്ങനെ 3 സിനിമ കണ്ടു. എനിക്ക് കിഷ്കിന്ധാകാന്ഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അത് ഈ വീക്ക് റിലീസാവും എന്നൊക്കെ പറഞ്ഞു. ARM റിലീസായി, മറ്റേ അജയൻ്റെ 2ാം മോഷണം. പക്ഷേ ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അത് അടിപൊളി സിനിമ, അതൊന്നും കൂടെ കാണണം. പക്ഷേ കിഷ്കിന്ധാകാന്ഡം നല്ല റിവ്യൂ ആണ്. അന്നത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കാണണമെന്നുണ്ട്. നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബറിൽ റിലീസ് ആവും. പിന്നെ കുറേ സിനിമ ശരിക്കും ബോഗൻവില്ല നല്ല സിനിമയാണ്, തിയേറ്ററിൽ പോയി കാണാം. അമരൻ തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. പിന്നെന്താ വേറൊരു സിനിമയും കൂടെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറേ തിയേറ്ററിൽ നല്ല നല്ല ഹിറ്റ് പടങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അമരൻ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അത് നോക്കാം. അപ്പോൾ അത് കാണണമെന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. മിത്ത് പോയി കിടന്നുറങ്ങുക, മിത്ത് കുട്ടീനെ ഒന്ന് ഉറക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നാളെ കുറേ ദിവസത്തിന് ശേഷം രാവിലെ നേരം വൈകി എണീറ്റിട്ടുള്ള ആ ഒരു ശീലത്തിൽ നാളെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഉറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ.